എന്തെങ്കിലും തിക്താനുഭവങ്ങളുണ്ടോ? അതായത് ഇപ്പൊ എന്തെങ്കിലും രോഗികൾ വന്ന് നമ്മളെ തെറി പറയുക, അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുക, അങ്ങനത്തെ രീതിയിലേക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ഇതുവരെയായിട്ടും അങ്ങനെ ആയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഡോക്ടേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിലാണ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും. ഇപ്പൊ ഏതൊരു രോഗി വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ആദ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇന്ന രോഗങ്ങളാണ് നിങ്ങൾക്കുള്ളത്, ഇതിന്റെ പോസിബിലിറ്റീസ് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റത്തില്ല, ഔട്ട്കം വരാനുള്ള സാധ്യതകൾ ഇതൊക്കെയാണ്. ഒന്നുകിൽ കണ്ടീഷൻ വേഴ്സ് ആകാം, പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയുള്ള ഒരു കൺഫറന്റേഷൻ ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഒരു പേഷ്യന്റ് വന്ന ഉടനെ തന്നെ ഓക്കെ നിങ്ങളെല്ലാവരും പുറത്ത് നിൽക്ക്, നമ്മൾ അകത്ത് കൊണ്ടുപോയതായി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഓക്കെ പേഷ്യന്റ് മരണപ്പെട്ടു, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആരായാലും ചിലപ്പോൾ മോശമായ രീതിയിൽ പ്രതികരിച്ചേക്കാം. ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് പറയണം. ഈ ഒരു നല്ലൊരു ക്യാരക്ടർ എന്ന് പറയാം. ആ ഒരു ക്വാളിറ്റി ഞാൻ ഡെവലപ്പ് ചെയ്തത് നമ്മളെ സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഹൗസ് സർജൻസിന്റെ ടൈമിൽ ഒരു നിസാറുദ്ദീൻ സാറുണ്ട്. സാർ ഭയങ്കര സ്ട്രിക്റ്റാണ്. പ്രത്യേകിച്ചും ഈ ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങളിലും അതുപോലെ പേഷ്യന്റിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ റിസൾട്ട് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ എഴുതുമ്പോൾ ഒരു യൂണിറ്റ് വിട്ടുപോയാൽ പോലെ അദ്ദേഹം സാർ എന്ത് ചെയ്യും, നമുക്ക് ഷൗട്ടിൽ മാത്രമല്ല 100 പ്രാവശ്യമൊക്കെ ഇമ്പോസിഷൻ തരും. അതുപോലെ നമ്മളൊരു അഡീഷണൽ ഷീറ്റ് ഉള്ള ഒരു ബുക്കാണല്ലോ നമുക്ക് ഉണ്ടാകുന്നത്, ആ ബുക്ക് തീർന്ന അഡീഷണൽ ഷീറ്റ് വെട്ടിയിട്ട് ഒട്ടിക്കല. അപ്പൊ അതിന്ന് ചെറിയ ഒരു ഏരിയ പോലും ആ പേപ്പറിന്റെ ആ ബുക്കിന്റെ പുറത്ത് വന്നാൽ പോലും എന്ത് നമ്മളെ വിളിപ്പിച്ചിട്ട് അത് നന്നായിട്ട് ചീത്ത പറയും. അന്ന് നമുക്ക് ദേഷ്യം വരെങ്കിലും ഇപ്പൊ സാറിനോട് എന്നും താങ്ക്ഫുൾ ആണ്. കാരണം ഞാനിപ്പോ ഏത് പേഷ്യന്റ് വന്നാലും പ്രോപ്പർലി അവരുടെ അടുത്ത് നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യലുണ്ട്, ഇങ്ങനെയാണ് കണ്ടീഷൻ. ഞാൻ ഇപ്പോൾ ഒരു സ്കില്ല് വൈസ് ആയാലും നോളജ് വൈസ് ആയാലും നല്ലൊരു ഡോക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും അതുപോലെ പേഷ്യന്റിന്റെ അടുത്ത് പെരുമാറുന്ന കാര്യത്തിലായാലും എപ്പോഴും ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ ആ ഒരു കൺഫറന്റേഷൻ, അതായത് പേഷ്യന്റിന്റെ വാക്കുകളുള്ള ഷൗട്ടിങ് ആയാലും അതും കുറവാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് പല ടൈപ്പിലുള്ള രോഗികൾ വരുമല്ലോ. ഏതെങ്കിലും രോഗികളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗിയുടെ അടുത്തൊരു പ്രത്യേക ഒരു ഫീലിങ്സോ സോഫ്റ്റ് കോർണറോ തോന്നിയ ഒരു സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എത്ര അസുഖം ഉണ്ടായാൽ പോലും ഈ സബർ, ക്ഷമ, അതുള്ള ആൾക്കാരുണ്ടല്ലോ, ആ ഒരു പേഷ്യൻസോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമാണ്. അവരുടെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണറും പിന്നെ അവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരു സന്തോഷം കിട്ടുന്ന ഒരു ടൈപ്പാണ്. 1-2 എക്സാമ്പിൾ പറയാം. നമ്മളെ അടുത്ത് ഒരു പേഷ്യന്റ് ഉണ്ട്, ഒരു 53 ഏജ് ആളാണ്. ഇപ്പൊ അദ്ദേഹം മരണപ്പെട്ടു പോയി. എന്നാലും ആ പേഷ്യന്റ് അദ്ദേഹത്തിന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ 2 കാലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല, പാരലൈസ്ഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് പരസഹായം ഇല്ലാതെ ഒരു പൊസിഷനിൽ നിന്ന് വേറെ സ്ഥലത്ത് മാറിയിരിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും ഒരു ഹെൽപ്പ് വേണ്ട ആളാ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ പല സമയത്ത് ഈ പ്രഷർ വന്നിട്ട് കാലിൽ മുറിവ് വരും, അത്യാവശ്യം നല്ല ഡീപ്പും ആവും. അപ്പൊ ഷുഗറുള്ള ആളായതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ 3-4 മാസം അഡ്മിഷൻ വേണ്ടി വരും. അപ്പൊ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ ഡ്രസ്സിങ്ങിന്റെ ആവശ്യമുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ട് ഡ്രസ്സിങ് വേണം, കെയർ വേണം. പക്ഷെ എന്നിട്ട് ഇത്രയും കോമോർബിഡിറ്റീസ്, അതായത് നമ്മൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന എപ്പോഴാണ് പറയുക, നമുക്ക് ചലിക്കാൻ പറ്റാണ്ടാവും, മൂവ് ചെയ്യാണ്ടാവും, നമ്മളെ മനസ്സിനൊത്ത് നമ്മളെ ശരീരം മൂവ് ചെയ്യണം, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അത് ഇദ്ദേഹമാണെങ്കിൽ 10-15 വർഷമായി ഈ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷെ എന്നിട്ട് പോലെ നമ്മൾ ആ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മളാണോ രോഗി അദ്ദേഹമാണോ രോഗി എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അത്രയ്ക്കും ഒരു പോസിറ്റീവ് വൈബാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു പേഷ്യന്റ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12-16 മണിക്കൂർ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് ഡ്രസ് ചെയ്യാൻ പോകുമ്പോഴേ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ സംസാരവും ഡോക്ടർ എന്തൊക്കെയുണ്ട് ആ ഒരു നമ്മളെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എൻകറേജ് ചെയ്യും. ആ ഒരു ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോ ഹോസ്പിറ്റലല്ല, വിട്ടു പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മരണപ്പെട്ടതാണ്. ആ ഒരു സങ്കടമായി. എന്നാൽ പോലും അദ്ദേഹം ഒരിക്കലും മനസ്സിൽ മായത്തില്ല. അതുപോലെ തന്നെ വേറൊരു പേഷ്യന്റ് ഒരു ഷീമാഭിമ ഉണ്ടായിരുന്നു. അത് LVF എന്ന് വെച്ചാൽ ഹാർട്ട് സംബന്ധമായിട്ട് ഹാർട്ട് ഫെയിലർ ആയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ലെങ്സിൽ വെള്ളം കയറിയിട്ട് ഇപ്പൊ എന്തെങ്കിലും തണുപ്പോ മഴയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്ക് ശ്വാസം മുട്ടലാവും. എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവര് നേരത്തെ പറഞ്ഞ പോലെ ഈ ഓക്സിജന്റെ അളവ് ഒരുപാട് ഇവരെ ബ്ലഡിൽ എന്ത് ചെയ്യും, കുറയും. അപ്പൊ നമ്മൾ ഓക്സിജൻ വേണം, പിന്നെ 2-3 ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷനൊക്കെ കൊടുത്താലാണ് ഇവർക്ക് എന്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ഫുള്ള് ബ്രീത്തിങ് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു ഡിസ്കംഫർട്ടിലായിരിക്കും. പക്ഷെ ഈ ഉമ്മയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മക്ക നമുക്ക് കാനില കിട്ടത്തില്ല, അതായത് സൂചി ഉണ്ടല്ലോ കയ്യിലിടുന്ന, അത് ഇട്ട് കഴിഞ്ഞാലല്ലേ വെയിന് കിട്ടാന് പാടാണ്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഉമ്മാനെ ഫുള്ള് കുറെ കാലങ്ങളായതുകൊണ്ട് ഭയങ്കര പാടാ.
കാനല കിട്ടാൻ പാടാം. അപ്പൊ നമ്മൾ ഈ ശ്വാസം മുട്ടി ഒരാൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന സമയത്ത് നമ്മൾ കാനല ഇങ്ങനെ മാറി മാറി കുത്തിക്കൊണ്ടിരിക്കും. പ്രശ്നമായിരിക്കില്ല ആ സന്ദർഭത്തിൽ. അത് കുത്തിക്കൊണ്ടിരിക്കും. ആ സമയത്ത് കിട്ടിയാലേ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇഞ്ചക്ഷൻ പോയാലേ പേഷ്യന്റ് ബെറ്റർ ആവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും ആ ഉമ്മ നമ്മളത് ചിരിച്ച് കിട്ടിയില്ലേ മോനെ, ആ ഒരു ചോദ്യമുണ്ട്, ചിരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു കംപ്ലൈന്റും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കും. ആ ഉമ്മ നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചിട്ടില്ല. പിന്നെ ഒരു കോവിഡ് ആയിട്ട് കാവേരിയിലേക്ക് വാക്കേറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് മരണപ്പെട്ടത്. പിന്നെ കോവിഡിനെ കുറിച്ച് പറഞ്ഞല്ലോ ഡോക്ടർ. ഇപ്പോ കോവിഡ് ഡോക്ടറുടെ ഒരു അഭിപ്രായത്തില് കോവിഡ് കടന്നു വന്ന ഇതൊരു ബയോവാർ അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള സംസാരങ്ങളുണ്ടല്ലോ. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം ഇതിനെ കുറിച്ച്? അതൊരു ബിസിനസ് ഇൻഡസ്ട്രിയൽ ക്രിയേച്ചർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനെ കുറിച്ച് അല്ല, അതിനെ പറ്റിയൊക്കെ പറയാൻ മാത്രം വിവരം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ ഡിസീസിന്റെ ബാക്കിൽ പിന്നെ അതിന് വാക്സിനേഷന്റെ കാര്യം ഒരു തട്ടിക്കുട്ടിയെ പോലെ പെട്ടെന്ന് ഇതാക്കിയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരെയും നിർബന്ധിച്ച് എടുപ്പിച്ച വാക്സിൻ ആണ്.